ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയൊരു കോൺവെർസേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് എൻ്റെ വെയ്റ്റ് ലോസ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിലെനിക്ക് ഷുഗർ കട്ട് എന്നെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്തു എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് പോസ്റ്റ്പാർട്ടം ഒരു വെയ്റ്റ് ലോസ് സെഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ എനിക്ക് നോർമലി ഞാൻ MBAക്കൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് BTech ലാസ്റ്റ് ഇയർ വരെ നല്ല രീതിയിലുള്ള വെയിറ്റ് ഉണ്ട്. ഏകദേശം 85-86 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് BTech കഴിഞ്ഞ് പിന്നെ MBAക്ക് ചേർന്ന ഒരു ഗ്യാപ്പിലാണ് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തൈറോയ്ഡ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. അതിന് പ്രശ്നമൊന്നുമില്ല, അത്ര സ്റ്റബേണായിട്ട് നിൽക്കില്ല. എപ്പോഴും ബിഫോർ 30s നമ്മുടെ വെയിറ്റ് ലൂസ് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ ഫാറ്റ് ഭയങ്കര സ്റ്റബേണാവും. അപ്പോൾ എനിക്ക് ഷുഗർ കട്ട് അതിന് എന്തുമാത്രം എന്നെ സഹായിച്ചു എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ടോപ്പിക്. അപ്പം ഞാൻ വെയിറ്റ് ലൂസ് ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ BTech കഴിഞ്ഞിട്ട് MBAക്ക് ചേരുന്നതിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പിലാണ്. അപ്പോൾ ആദ്യം തന്നെ എന്തെങ്കിലും ഫോം ഓഫ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ എയറോബിക്സ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് സ്യൂട്ടബിളായിട്ട് എനിക്ക് തോന്നിയൊരു ഡയറ്റാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 14 hours ഫാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ അത് 16 hours ആക്കി. പിന്നെ എനിക്ക് 16 hours ആണ് എനിക്ക് കൂടുതൽ എഫക്റ്റീവ് ആയത്. ഇപ്പോഴും ഞാനൊരു ഏർലി ഡിന്നർ കഴിക്കുമ്പോൾ ഏകദേശം 6:37 കഴിച്ചിട്ട് രാവിലെ ഒരു 9 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ കഴിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഷുഗർ കട്ടായിരുന്നു. ഷുഗർ കട്ട് എന്ന് പറയുമ്പോൾ ചിലവർ ഭയങ്കര ഷുഗർ കട്ടുണ്ട്, മീൻസ് ഫ്രൂട്ട്സ് കഴിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമായിരുന്നു. ബനാന, റോബസ്റ്റ് ബനാന കഴിക്കുമായിരുന്നു, ആപ്പിൾ, അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ ജാഗ്രി, ഹണി, ഷുഗർ, ഈ വൈറ്റ് ഷുഗർ, ഈ മൂന്നും തൊട്ടിട്ടില്ല. ശർക്കര ഞാൻ കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ക്ഷീണം, കോൺസ്റ്റിപ്പേഷൻ, പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടയേർഡാവുക, പറ്റൂലെന്ന് തോന്നുക, ഭയങ്കര ക്രേവിങ്സ് തോന്നുക, ഭയങ്കര വിശപ്പാണെന്ന് തോന്നുക, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ പതുക്കെ ഒരു 8-10 ദിവസമൊക്കെ ആയപ്പോൾ യൂസ്ഡ് ടു ആയി. പിന്നെ മധുരമില്ലാത്ത ചായ കുടിക്കാനോ ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതായി. ക്രേവിങ്സൊക്കെ ഭയങ്കര കുറഞ്ഞു തുടങ്ങി. അതേപോലെ തന്നെ നമുക്ക് ഈ ഷുഗർ കട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഗ്ലോ ആവും. എന്തൊക്കെ ആക്നി അങ്ങനെയൊക്കെയാണ്. എൻ്റേത് അങ്ങനെ ആക്നെ വരാത്തൊരു സ്കിന്നാണ്. എന്നാലും ചെറിയ മുഖക്കുരു, എന്തെങ്കിലും പ്രശ്നമോ, നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും. നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഓവറോൾ ഹെൽത്തിന് എനിക്ക് ഷുഗർ കട്ട് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതൊരു ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇനീഷ്യലി നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, ടയേർഡ്നെസ്, ഫാറ്റിക്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷേ ഷുഗർ കട്ട് എടുക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ വരും. പിന്നെ അതിന് ശേഷം നമുക്കങ്ങനെ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല. എല്ലാം സ്മൂത്താവും. നമുക്കൊരു എനർജി ഫീലാവും. നമ്മളിൽ തന്നെ ഒരു ലൈറ്റ്നെസ് ഫീലാവും. നിങ്ങളുടെ വെയിങ് സ്കെയിലിൽ കുറയുന്നതിനെക്കാട്ടും നിങ്ങളുടെ ഇഞ്ചസ് ലൂസാവും. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 2 കിലോ ഒക്കെ ആയിരിക്കും കുറയുന്നത്, പക്ഷേ നിങ്ങളുടെ ഇഞ്ചസ് ലൂസാവും. നിങ്ങളുടെ ജീൻസ് നന്നായിട്ട് ഫിറ്റാവും, ലൂസാവും. അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ വരും. ഓവറോൾ വെൽബീയിങ്ങിന് എനിക്ക് ഷുഗർ കട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏകദേശം ആ വെയിറ്റ് ലൂസ് സമയത്ത് ഫുൾ ഷുഗർ കട്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 months ഞാൻ എടുക്കാറുണ്ട്. എനിക്ക് വെയിറ്റ് വച്ചു, ഞാൻ ഓവർ ഈറ്റിംഗ് ചെയ്തു എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ ഷുഗർ കട്ട് എടുക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ ഷുഗർ കട്ടിലാണ്, ഷുഗർ കട്ടിലാണ്. അപ്പം ചായയൊക്കെ കുടിക്കാറുണ്ട്. ഞാൻ പണ്ടൊക്കെ ഷുഗർ കട്ടിന് സ്റ്റീവിയ യൂസ് ചെയ്യും. സ്റ്റീവിയ ലീവ്സോ, സ്റ്റീവിയയുടെ പിൽസോ, സ്റ്റീവിയയുടെ ലിക്വിഡ് രൂപത്തിലുള്ളതൊക്കെ, മോങ് ഷുഗർ യൂസ് ചെയ്യുക, അതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ മധുരമില്ലാതെ അഡ്ജസ്റ്റായി. പിന്നെ വേറെ ഒരു രീതിയിലുള്ള ഫോം ഓഫ് ജാഗ്രി ആയാലും ഒന്നും ഞാൻ എടുക്കാറില്ല. പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാറുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരുപാട് നമ്മൾ നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു വലിയൊരു ചേഞ്ച് പ്രതീക്ഷിക്കരുത്. ഒരു 2 months നിങ്ങളുടെ ഷുഗർ ക്രേവിങ്സൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു ഒരു ഷുഗർ കട്ട് എടുത്ത് നോക്കൂ. ഓവറോൾ വെൽബീയിങ്ങിന് നല്ലൊരു മാറ്റം വരും.
എസ്പെഷ്യലി പിന്നെ നമ്മുടെ ചെറിയ ആക്ടിവിറ്റീസ് എന്തെങ്കിലും കൊടുക്കുക, വാക്കിങ്ങിന് പോവുക. ഞാൻ ജിമ്മ് പോവുമായിരുന്നു, ഏകദേശം ഇപ്പോൾ 1 വീക്ക് ബിഫോർ ജിമ്മ് പോയിരുന്നു. പിന്നെ എനിക്ക് ജലദോഷവും ഇതൊക്കെ വന്നപ്പോൾ ഒരാഴ്ചത്തേക്കൊരു ലീവ് എടുത്തതാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുക. പിന്നെ നമുക്ക് പിന്നെ ഷുഗർ കട്ടൊക്കെ എടുത്ത് ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ഫീലാവും. ഭയങ്കര എനർജി, നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും, പതിവിൽ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. അതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ എൻ്റെ ഷുഗർ കട്ട് എൻ്റെ ഫാറ്റ് ലോസ്, എൻ്റെ മുഖമൊക്കെ ഭയങ്കര വണ്ണമായിരുന്നു. ആൻഡ് ദ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എൻ്റെ ഫേസൊക്കെ നല്ല ലീനിയൻ്റായി, ജോ ലൈൻ അതൊക്കെ നന്നായിട്ട് വിസിബിളാവും. എനിക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് വന്നത്. മെയിൻലി ഞാൻ ഡയറ്റ്, എക്സസൈസ് എല്ലാം ഫോളോ ചെയ്യുന്ന കൂടെ ഷുഗർ കട്ടും കൂടെ എടുത്തത് കൊണ്ടാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് വിസിബിളായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. ആൻഡ് എപ്പോഴും ഒരു ആരെങ്കിലും ഒരു ന്യൂട്രീഷനിസ്റ്റോ ഒരു ഡോക്ടറിൻ്റെ, ഡയറ്റീഷ്യൻ്റെ ഒക്കെ സഹായം തേടുക. എന്ത് ഡയറ്റ് തുടങ്ങുമ്പോഴും ഒരിക്കലും ഈ ഡ്രാസ്റ്റിക് ഡയറ്റ് എടുക്കരുത്. ഞാൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത്. ഞാൻ 1 മീൽ എ ഡേ എടുത്തിട്ടുണ്ട്, ജ്യൂസ് മാത്രം കൂടി കീറ്റ് വെക്കുക. അതൊക്കെ നമുക്കൊരു പ്രൊലോങ്ഡായിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് ഡ്രോപ്പ് ചെയ്ത വെയിറ്റ് നമുക്ക് ആഡ് ഓൺ ആയിട്ട് തന്നെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എപ്പോഴും ഹെൽത്തി ആയിട്ട് കഴിച്ച് ഹെൽത്തി ബേസിൽ കൂടെ നമുക്ക് വെയിറ്റ് പതുക്കെ കുറയ്ക്കാൻ നോക്കുക. ഇപ്പോൾ പെട്ടെന്ന് ഈ GM ഡയറ്റ്, ജ്യൂസ് ഡയറ്റ്, ഈ ഒമാഡ് 1 മീൽ എ ഡേ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. നമ്മൾ ഒരുപാട് ദിവസം ചെയ്യുമ്പോൾ നമുക്ക് ഹെൽത്തിനൊക്കെ ഒരുപാട് അഡ്വേഴ്സായിട്ട് അത് എഫക്റ്റ് ചെയ്യും. നമ്മൾ ന്യൂസിലൊക്കെ നമ്മൾ കാണാറില്ലേ, യൂട്യൂബ് നോക്കി ഡയറ്റ് എടുത്തു. എപ്പോഴും നമ്മളൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ട്രെയിനറിൻ്റെ അടുത്തോ അവരുടെ അടുത്തൊക്കെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ മില്ലറ്റ്സ് അടങ്ങിയ ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക. നമ്മൾ അരിയും വീറ്റ് റൈസ് ഏകദേശമൊക്കെ സെയിമാണ്. അപ്പോൾ വീറ്റും റൈസും അല്ലാതെ മില്ലറ്റ്സ്, റാഗി അങ്ങനത്തെ ഇതൊക്കെ ഉൾപ്പെടുത്തുക. അതിൽ ദോശ ചെയ്യാം, പുട്ട് ചെയ്യാം, ഉപ്മാവ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പിന്നെ ചോറ് കുറച്ച്, കറികൾ ഒരുപാട് എടുക്കുക. ഈ പൾസസ്, ഈ പയറെടുക്കുക, ചീര അതൊക്കെ നല്ലതാണ്, വെണ്ടയ്ക്ക, ബീട്രൂട്ട്, ക്യാരറ്റ്. പിന്നെ ഓയിലിൽ ഒരു കണ്ണ് വയ്ക്കുക. എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഓയിൽ കുറച്ച് ഉപയോഗിക്കുക. ഓയിൽ സ്പ്രേ ബോട്ടിലൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ വാങ്ങിച്ച് മിനിമം എമൗണ്ട് ഓഫ് ഓയിൽ യൂസ് ചെയ്യുക. പിന്നെ എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സാധനമാണ് എയർ ഫ്രയർ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഞാൻ മാക്സിമം യൂസ് ചെയ്യാറുണ്ട് എയർ ഫ്രയർ. എനിക്ക് എയർ ഫ്രൈഡ് പ്രോഡക്റ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. മാക്സിമം കലോറി കട്ട് ചെയ്ത് കൺസ്യൂം ചെയ്യാൻ നോക്കുക. ഇപ്പോൾ എപ്പോഴും ഒരു 70 to 80% നമ്മുടെ ഡയറ്റാണ്, പിന്നെ 20% നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുന്നതോ അതോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സസ്റ്റെയിൻഡ് ലൈഫിനെ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ 2 മാസം ഷുഗർ കട്ടൊക്കെ ചെയ്ത് പിന്നെ ക്രേവിങ്സ് വന്ന് കഴിച്ചൊന്നും ഒരു കുഴപ്പമില്ല. ഷുഗർ കട്ട് നമ്മുടെ ഈ വെയിറ്റ് റിഡക്ഷനെ കുറച്ചും കൂടി ഒന്ന് സ്പീഡപ്പ് ആക്കും. അതേപോലെ തന്നെ നമ്മുടെ ടമ്മി ഫാറ്റ് ആൻഡ് ബെല്ലി ഫാറ്റൊക്കെ ഒരു നല്ല രീതിയിൽ ഷട്ട് ഡൗൺ ചെയ്യാൻ ഈ ഷുഗർ ഡയറ്റ് സഹായിക്കും. ഓക്കെ. ആൻഡ് ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസസ് ഓൺ ഷുഗർ ഡയറ്റ്. ആൻഡ് ആക്ച്വലി ഇറ്റ് വർക്ക്ഡ് ഓൺ മീ. എനിക്കത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്ക് എടുക്കാറുണ്ട്. എനിക്ക് ക്രേവിങ്സും ഞാൻ പണ്ടെങ്കിൽ ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ഉണ്ടായിരുന്നു ഡയറ്റ് എടുക്കുമ്പോൾ. പക്ഷേ ഷുഗർ ഡയറ്റ് എടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്രേവിങ്സൊക്കെ അങ്ങ് പോകും. നമുക്കങ്ങനെ അയ്യോ അത് കഴിക്കണം ഇത് കഴിക്കണം അങ്ങനെയുള്ളൊരു ചിന്തകളൊന്നും വരില്ല. ചിലപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്കത് കഴിക്കണമെന്ന് തോന്നാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡയറ്റിൽ ഷുഗർ കട്ട് എനിക്ക് തന്ന ബെനിഫിറ്റ്സ്. പിന്നെ എൻ്റെ സ്കിന്നും ഹെയറും ഒക്കെ നല്ല ഗ്ലോ ആയി, സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയി. അങ്ങനെ ഒരുപാട് ഓവറോൾ വെൽബീയിങ് ആൻഡ് ഓവറോൾ ഹെൽത്തിൽ എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഷുഗർ കട്ട് എടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം എങ്ങനെയാണോ? ഇതേപോലെ തന്നെയാണോ എന്നൊക്കെ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളതിന് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ ബൈ ബൈ, സീ യു.